നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. കളർ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് മിക്കവരും തന്നെ, അല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല ഇങ്ങനെ കളർ ചെയ്യുന്നതിനൊക്കെയായിട്ട്. അങ്ങനെയെങ്കിൽ വീട് അലങ്കരിക്കുന്നതിനായി നിറപ്പകിട്ടാർന്ന ഒരു പേപ്പർ ഇല തയ്യാറാക്കിയാലോ? ഇതിനായി ആകെ വേണ്ടത് കാർഡ്ബോർഡും പേപ്പറും കളറും പശ, കത്രിക, സെല്ലോ ടേപ്പ് എന്നിവയാണ്. എങ്ങനെയാണ് ഇത് നിർമ്മിക്കുക എന്ന് നോക്കാം. ആദ്യം ഒരു കാർഡ്ബോർഡ് എടുക്കുക. അതിന്റെ പുറത്തായി ഇതുപോലെ കുറച്ച് വലുതായി ഇലയുടെ ആകൃതിയിൽ വരച്ചു കൊടുക്കാം. വരച്ചു കഴിഞ്ഞു. കുറച്ച് വലിയ ഇല ലഭിക്കുന്നതിനായി ഒരു കോണിൽ നിന്ന് അടുത്ത കോണിലേക്കാണ് വരച്ചിരിക്കുന്നത്. ഇനി ഇത് മുറിച്ചെടുക്കാം. ഇലയുടെ ആകൃതിയിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി ഇത്തരം പേപ്പർ എടുത്ത് ഒരു കോണിൽ നിന്ന് അടുത്ത കോണിലേക്ക് റോൾ ചെയ്തെടുക്കാം. റോള് നന്നായി ഇരിക്കാനായി അറ്റത്തായി പശ തേച്ച് കൊടുക്കണം. ഇതുപോലെ തന്നെ മറ്റ് പേപ്പറുകളും മടക്കാം. ഇനി ഒരു സ്റ്റിക്ക് എടുത്ത് വെട്ടിവെച്ച കാർഡ്ബോർഡിന്റെ നടുക്കായി ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതൊരു പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതായി വശങ്ങളിൽ വെക്കാനായി സ്റ്റിക്ക് ഇതുപോലെ ചെറുതായി മുറിക്കുക. എല്ലാ സ്റ്റിക്കുകളും ഇതുപോലെ മുറിച്ചു. ഇനി ഇത് രണ്ട് സൈഡിലായി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ സമയം നടുക്കത്തെ വലിയ സ്റ്റിക്കിൽ കറുത്ത പെയിന്റ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഇരു സൈഡിലായി വെച്ചിരിക്കുന്ന 4 റോളിൽ ചുവന്ന പെയിന്റ് അടിച്ചു കൊടുക്കണം. ഇതുപോലെ ബാക്കി സ്റ്റിക്കുകളും ഒട്ടിച്ചിട്ടുണ്ട്. 4 എണ്ണം വെച്ച് മഞ്ഞ നിറം കൊടുക്കാം. അടുത്ത 4 എണ്ണത്തിനായി പച്ച നിറം കൊടുക്കാം. അടുത്തത് നീല നിറത്തിലാണ് കളർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും അവസാനമായി വെള്ളയും കടും നീലയും നിറം കൊടുക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇതിന്റെ നീണ്ടിരിക്കുന്ന ഭാഗം കൃത്യമായിട്ടൊന്ന് മുറിച്ചു കൊടുക്കണം. നല്ല ഭംഗിയും കളർഫുള്ളുമായ ഒരു അലങ്കാര ഇലയാണ് നമ്മൾ തയ്യാറാക്കിയത്. പുറകിലായി ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം ഇത് ഭിത്തിയിൽ വെക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് ഇഷ്ടമുള്ള നിറം ഉപയോഗിച്ചത് കളർ ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.